ഖബറിലേക്ക് വെക്കുമ്പോഴേ ഖബറിലേക്ക് വെക്കാൻ അറിയുന്ന ആള് ആകണം, കിടത്താൻ അറിയുന്ന ആളാകണം ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആള്. കെട്ടയിക്കാൻ അറിയുന്ന ആള് എന്നല്ല, കിടത്താൻ അറിയുന്ന ആള്. മലർത്തി കിടത്തിയിട്ട് മുഖം ചെരിച്ചു വെക്കുന്ന ആളാകരുത്. നല്ലോണം നോക്കണം. പിന്നെന്തിനാ കണ്ണ്? പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എന്തിനാ കണ്ണ്? കരയാൻ പിന്നെയും കരയാലോ. നമ്മളെ ഉറ്റവരെ ഉടയവരെ വെക്കുമ്പോ കഴിഞ്ഞ് ഒന്നും കൂടെ എന്താണ് ഒന്ന് നോക്കട്ടെ. പഴയ കാലത്ത് അങ്ങനെയാണ്. നമ്മളെ ലത്തീഫ് ഉസ്താദ് എടക്കുളം, അല്ലാഹു തആല ദർജയേറ്റി കൊടുക്കട്ടെ. ലത്തീഫ് ഉസ്താദ് ഉള്ള സമയത്ത് ഏത് ഖബറിലേക്ക് മയ്യത്ത് വെച്ചോ ഒന്നും കൂടെ ഒന്നാണ് എല്ലാരും ഉസ്താദ് നോക്കും. ഈ കടത്തം ശരിയാകൂല. തുറന്ന് പറയൂ, ഉള്ളിലുള്ള ആളോട് പറയും ഇങ്ങനല്ല കടത്തേണ്ടത്. മലർത്തി കിടത്തിയിട്ട് മുഖം ചരിച്ചു വെച്ചാൽ മതിയോ? അല്ലല്ലല്ല, ചെരിച്ച് കിടത്തണം. ചെരിച്ച് ഖിബല ഭാഗത്തേക്ക് ശരിക്കും കൊണ്ട് ചെരിച്ച് കിടത്തിയിട്ട് ബാക്ക് ഭാഗത്ത് ഇങ്ങോട്ട് മറിയാതിരിക്കാൻ വേണ്ടി പഴയകാലത്ത് മുളയൊക്കെ മുളയും ഇഷ്ടികയും മറ്റുമൊക്കെ വെച്ച് ഭദ്രമാക്കണം. മലർത്തി കിടത്തിയിട്ട് മുഖം ചരിച്ചു വെച്ചാൽ ആ മറവ് ചെയ്യൽ സ്വഹിയാകൂല. അത് ഖിബലയിലേക്ക് മുന്നിടിച്ചു എന്ന് പറയാൻ പറ്റൂല. അതിനെപ്പറ്റി ഇപ്പൊ ആരൊക്കെ കുറ്റക്കാര്? ഒരാളെ മേലല്ല ബാധ്യത, മൊത്തം മുക്കല്ലഫുകളുടെ മേലിലാണ്. പുരുഷന്മാർക്കാണ് എന്റെ ഡ്യൂട്ടി. അതിന് പെണ്ണുങ്ങളിലേക്ക് വിട്ടുകൊടുക്കണ്ട. ആണുങ്ങളായ മുക്കല്ലഫായ ആണുങ്ങളോടൊക്കെ ചോദ്യം വരും.